ഹലോ ഗൈസ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ 75 ഹാർഡിൻ്റെ മൂന്നാമത്തെ ദിവസമാണിന്ന്. ഓക്കെ, അപ്പോൾ ഇന്നലെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്നലെ ടാസ്ക് ആയിരുന്നു ഗൈസ്. ഇന്നലെ ഫുള്ളും മഴയും കാര്യങ്ങളും എല്ലാം ആയിട്ട് നമ്മൾ ആകെപ്പാടെ അലമ്പായിപ്പോയി. വൈകിട്ട് 9:30 ഇറങ്ങിയിട്ട് ഏതാണ്ട് 11 ആയി നമ്മൾ കയറിയപ്പം. നടത്താനൊക്കെ കഴിഞ്ഞു. അതുവരെ മഴയെ നമ്മളിങ്ങനെ കയറി ഇരുന്നൊക്കെയാണ് പോയത്. അപ്പം ഇത് തേർഡ് ഡേ ആണ്. ഇപ്പോൾ സമയം ഉച്ചയായി. കാര്യം ലേറ്റ് ആയതിൻ്റെ കാര്യം, നമ്മൾ രാവിലെ മഴയായിരുന്നു. ഷോപ്പിൻ്റെ അവിടെയും വീട്ടിൻ്റെ അവിടെ എല്ലാം നല്ല മഴയായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ഷോപ്പിലോട്ട് പോകുന്നു. വീഡിയോ ഒന്നും ഒന്നാലും എടുക്കാൻ പറ്റില്ല. അതാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ ഉച്ചയായി. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പതുക്കെ സ്റ്റാർട്ട് ചെയ്യണം ചലഞ്ച് എല്ലാ കാര്യങ്ങളും ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിരിക്കുക. അപ്പോൾ 2 ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 1/2 ലിറ്റർ ഞാൻ ഇപ്പോൾ കുടിച്ച് തീർത്ത്. ഇനി ഇതോടെ കുടിച്ച് തീർത്ത് കഴിയുമ്പോൾ 2 ലിറ്റർ തീരും. പിന്നെ നമുക്കൊരു 2 ലിറ്റർ കുടിച്ചാൽ മതി. അപ്പം പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഇതിൻ്റെ അകത്ത് കാണിക്കാൻ. അതാണ് വിഷയം. ഷോപ്പിലായതുകൊണ്ട് എന്തെങ്കിലും പരിപാടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്നാൽ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാം. ഓക്കെ, ഷോപ്പ് കണ്ടല്ലോ. പുതിയ കുറച്ച് ഷർട്ട്സും ഫേസ് സ്ലീവ്സൊക്കെ വന്നിട്ടുണ്ട്. ഫേസ് സ്ലീവ് ടീഷർട്ടും ഉണ്ട്. വേണ്ടവർ നമ്മുടെ പേജ് ജസ്റ്റ് മെസ്സേജ് ചെയ്ത് പേജ് ചെയ്യാൻ താഴെ. എന്നെ പറ്റി അഭിപ്രായം എന്നാന്ന് പറഞ്ഞു. ഞാൻ 75 ആഡ് തീർക്കോ ഇല്ലയോ? ഉറപ്പല്ലേ? പക്ഷെ ഞാൻ തീർക്കും. ഇത് ഞാൻ എടുത്തു വെക്കും. ഞാൻ ഇന്നത്തെ വ്ളോഗിനകത്ത് ഇത് ആഡ് ചെയ്യും ഗൈസ്. അപ്പം നമുക്ക് ബുക്ക് വായിക്കണം, വെള്ളവും കുടിക്കണം. വെള്ളം നമ്മൾ 2 ലിറ്റർ ഇപ്പോൾ കുടിച്ച് തീർത്തിട്ടുണ്ട്. നമുക്ക് ജിമ്മിലും പോകണം, വർക്കോ നടക്കാനും പോകണം. ഇന്നലത്തെ പോലെ ആയാൽ തീർന്നു. ഇന്നലെ നമ്മൾ പെട്ടുപോയായിരുന്നു. ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴക്കാറോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇറങ്ങി ഒരു 10 മിനിറ്റ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര മഴ പെട്ട്. പിന്നെ ഒരു കടയുടെ സൈഡിൽ കയറി ഇരുന്നിട്ട് നമ്മൾ അവിടെ മഴ കുറഞ്ഞിട്ട് ഞാൻ വീട്ടിലോട്ട് വീണ്ടും നടന്നു. 20 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് അവിടുന്ന് കുടയെടുത്തിട്ട് വീണ്ടും ഞാൻ നടക്കുമായിരുന്നു. ഇന്നലെ വീട്ടിൽ കയറിയപ്പോൾ 11 മണി കഴിഞ്ഞ്. ഡാഡിക്കൂളൊന്നും പറഞ്ഞൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് വിഷയമില്ലായിരുന്നു. ഡാഡിക്കൂളൊക്കെ കഥയൊക്കെ അടച്ചിട്ട് വെളിയിൽ കിടന്നോളാൻ പറയാഞ്ഞ് നന്നായി. അല്ലെ വൈകിട്ടിങ്ങനെ പാതിരാത്രിക്ക് ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് അവർക്കറിയത്തില്ല ഞാൻ ഈ ചലഞ്ച് ചെയ്യുന്നുണ്ട്. അതാണ് വളിപ്പ്. ഇന്നലെ ഡാഡിക്കൂള് പപ്സും ഏതാണ്ട് സാധനങ്ങളൊക്കെ ആയിട്ടൊക്കെയാണ് വന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന്. പക്ഷേ ഞാൻ കഴിച്ചില്ല. എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ ഡയറ്റും കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. അപ്പം നമുക്കിനി ബുക്ക് വായിക്കാം. നിങ്ങളപ്പോൾ ബുക്ക് വായിക്കുന്ന പോയി കണ്ടിട്ടോ. അപ്പം ശരി. ഗൈസ്, അപ്പോൾ കസ്റ്റമർ വന്നായിരുന്നു. അതാ ഞാൻ പെട്ടെന്ന് എണീറ്റ് പോകുന്നത്. അപ്പോൾ വായിച്ചായിരുന്നു ഞാൻ 30 പേജിൻ്റെ ലാസ്റ്റ് ഇവിടം വരെ ഞാൻ വായിച്ച് നിർത്തിയപ്പോഴാണ് കറക്റ്റ് സമയത്തിന് കസ്റ്റമർ വന്നത്. പിന്നെ നമ്മൾ അവർക്ക് സാധനം എടുത്തു കൊടുത്തിട്ട് കുറച്ച് ഭാഗം കൂടെ ഉള്ളു അതുകൂടെ വായിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിയും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ജിമ്മിൽ കാണാം.
പിന്നെ നമ്മൾ 2 ലിറ്റർ വെള്ളം കുടിച്ചിട്ടുള്ളൂ, അത് കഴിഞ്ഞിട്ട് വെള്ളം എടുത്തിട്ടില്ല. അതൊക്കെ നമുക്ക് പിന്നെ കുടിച്ച് സെറ്റാക്കാം. അപ്പം ശരി എന്നാൽ. അപ്പോൾ ആ ഒരു കുറച്ച് പോർഷനോടെ ഞാൻ വായിച്ച് തീർത്ത്. അപ്പോൾ നമ്മുടെ ബുക്ക് വായിക്കുന്ന പരിപാടികൾ തീർന്നിരിക്കുകയാണ്. പിന്നെ ഞാൻ 1 ലിറ്റർ വെള്ളം കൂടെ റീഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇപ്പോൾ 8:20 ആയെന്ന് തോന്നുന്നു. 9 മണിക്കുള്ളിൽ ഇത് കുടിച്ച് തീർക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് നേരെ ജിമ്മിൽ ചെല്ലുക. ജിമ്മിൽ നിന്ന് ഒരു 45 മിനിറ്റ് വർക്കൗട്ട്. അതിനിടയ്ക്ക് കുറച്ച് വെള്ളം കൂടെ കുടിച്ച് കഴിഞ്ഞാൽ 4 ലിറ്റർ വെള്ളം ഒരു നമ്മൾ ക്ലോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ജിമ്മിൽ ചെന്നിട്ട് കാണാം. ശരി, നമ്മൾ ജിമ്മിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ 9:05 10 മണി വരെ ഉള്ള ജിമ്മിൽ. അപ്പം വർക്കൗട്ട് ചെയ്യുക, ഇറങ്ങുക. ഇതിനൊക്കെ ആളില്ലെങ്കിൽ നോക്കട്ടെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പം ശരി എന്നാൽ വർക്കൗട്ട് കഴിഞ്ഞിട്ട് കാണാം. സക്സസ്ഫുള്ളി നമ്മൾ വർക്കൗട്ട് കംപ്ലീറ്റ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, ഒറ്റയ്ക്കായതുകൊണ്ട്. നമുക്ക് ട്രൈസിൻ്റെ വർക്കൗട്ടായിരുന്നു. നമ്മളത് സെറ്റപ്പായിട്ട് ചെയ്തു, നമ്മളിത് കംപ്ലീറ്റ് ചെയ്തു. അത്രേ ഉള്ളൂ. ഇനിയിപ്പം നടക്കണം, നേരെ വീട്ടിലോട്ടൊക്കെ ചെയ്യേണ്ടി കാണാം. ശരിയല്ല. ഗൈസ്, ഇന്ന് നമ്മൾ കുറച്ചുകൂടെ താമസിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം 10:30. നമ്മളിന്ന് നടന്നിട്ട് വരുമ്പം 11:15 കഴിയും. നമ്മളെ ഭയങ്കര മടുപ്പായിരുന്നു. ജിമ്മിലൊക്കെ പോയിട്ടാണെങ്കിൽ ഒരു ഓളമൊന്നും ഇല്ലായിരുന്നു. വഴിയൊന്നും കാണാൻ പറ്റില്ല, എല്ലാവരും കടന്നു, ആരുമില്ല. മൊത്തത്തിൽ ഇന്നൊരു ദുരന്തം ദിവസമായിരുന്നു. പക്ഷെ നമ്മളിത് തീർക്കും. വെള്ളം കുടിച്ച് തീർത്തു കേട്ടോ. 4 ലിറ്റർ നമ്മൾ ഫുള്ള് കുടിച്ച്. നടക്കട്ടെ, നടന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇരുട്ടത്തൊന്നും കാണിക്കാനില്ല, അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും കാണിക്കാൻ. ഗൈസ്, നമ്മളിപ്പം 22 മിനിറ്റ് നടക്കും. ഇനി തിരിച്ച് വീട്ടോട്ട് നടക്കുമ്പോൾ കറക്റ്റ് 45 മിനിറ്റ് ആവും. അപ്പോൾ പിന്നെ പരിപാടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല, നല്ല ടാസ്ക് ഉണ്ട്. ഇതാരൊക്കെ ചെയ്യുന്നുണ്ടെന്ന് കമൻ്റ് ഇടും. ഓക്കെ, അപ്പോൾ കുറച്ച് ദൂരം നടന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാം, അല്ലാതെ ഇപ്പം എന്നെ ലഭിക്കും. ശരിയാണ് ഗൈസ്, നമ്മൾ 75 ഹാർഡ് ഡേ 3 സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം 45 മിനിറ്റ് നടക്കുകയും ചെയ്യും. അപ്പോൾ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി. നമ്മൾ 3rd കംപ്ലീറ്റ് ചെയ്തു. അപ്പം പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നാളെ പുതിയ വീഡിയോ വരും. 4ാമത്തെ ദിവസം. നമ്മളിത് എത്ര ദിവസം പോകുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഇതിപ്പം ഇച്ചിരി ആവേശപ്പുറത്ത് ചെയ്യുന്നതാണ്. ഈ ആവേശം എത്ര നാളുണ്ടാവുമെന്നും അറിയത്തില്ല. എല്ലാം കണ്ടറിയാനേ പറ്റത്തുള്ളൂ. അപ്പം സ്റ്റേ ട്യൂൺ ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പം ശരി.